ിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനാണ് വന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അത് പക്ഷേ അതിൻ്റെ കണക്കോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ടും എത്ര ഉണ്ടെന്ന് ഇതുവരെയായിട്ടും നമ്മുടെ പുറത്ത് വന്നിട്ടില്ല. അപ്പം നമുക്ക് ഏറ്റവും വലിയ സ്വർണ്ണശേഖരം അവിടെയാണെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിലുള്ള എല്ലാവരും പറയുന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി നിധിശേഖരണം അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു വലിയ കൂമ്പാരം തന്നെ ഇവിടെ നമ്മുടെ ദുബായിലുണ്ട്. ആ സ്ഥലത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നതും അവിടെ പോകാൻ പോകുന്നതും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗോൾഡ് സൂക്ക്, അതായത് ഗോൾഡ് മാർക്കറ്റ്. ഏകദേശം 389 പരം റീറ്റെയിൽ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് വലുതും ചെറുതുമായ കുറേ കടകളുണ്ട്. മലയാളികളും അറബികളും പല രാജ്യക്കാരും വന്ന് തുടങ്ങിയേക്കുന്ന കടകളുണ്ട്. നമ്മുടെ മലബാർ ഗോൾഡും ജോയ് ആലുക്കാസും വരെ. അപ്പം നമ്മൾ ഇന്ന് ആ ഒരു ലൊക്കേഷനിലോട്ടൊന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. അവിടെ ലോക റെക്കോർഡ് നേടിയ അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു അടിപൊളി റിങ്ങുണ്ട്, മോതിരം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ലോക റെക്കോർഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു റിങ്ങാണ്, പക്ഷേ എൻ്റെ അത്രയും അതിന് വലുപ്പമുണ്ട്. ആ ഒരു റിങ്ങും കാര്യങ്ങളും റീറ്റെയിൽ ഷോപ്പുകളും ഒക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഈ ഒരു സമയം, അതായത് ഈ ഒരു വൈറസ് നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും സേഫായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പല കടകളും ഇപ്പോൾ ഓപ്പൺ അല്ല, അവർ നേരത്തെ തന്നെ ക്ലോസ് ചെയ്ത്. നമ്മൾ രാത്രിയിലായതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാഴ്ചകളിലേക്കൊന്ന്, ചെറിയൊരു കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. അപ്പം നമുക്ക് കാണാം ഗോൾഡ് സൂക്കിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പം നമ്മൾ ദുബായ് ഗോൾഡ് സൂക്കിൻ്റെ അകത്തോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഒരു പഴയ രീതിയിലുള്ളതാണ് നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ നമുക്കൊരു അടിപൊളി മോതിരം കാണാം. ഇത് റിങ്ങാണ് കേട്ടോ, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള റിങ്ങാണ്. അതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് വരെ സർട്ടിഫിക്കറ്റ് കേട്ടോ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് 21 ക്യാരറ്റ്. അതായത് ടോട്ടൽ ഇതെല്ലാം കൂടെ 58 കിലോ ഉണ്ട്. ഇതിൻ്റെ എന്താ പറയുന്നത്, കല്ലും കാര്യങ്ങളും എല്ലാം കൂടെ. പക്ഷേ 24 കിലോഗ്രാം ഗോൾഡാണ്. അതുപോലെ തന്നെ ഈ ഗോൾഡിൽ പൊതിഞ്ഞ ഡ്രസ്സുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിന്. അത് തുടക്കം തന്നെ നമുക്ക് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഒരുപാട് ഗോൾഡ്. നമുക്ക് അകത്തോട്ടും കൂടെ കയറി നോക്കാം. ഗോൾഡിൻ്റെ ഒരു അപാര ശേഖരം തന്നെ. ഈ മാലയൊക്കെ ആര് വാങ്ങിച്ചിടും എന്ന് ഒരു പിടിയില്ല. ഇത് കണ്ടോ, ഗോൾഡെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓരോ കടയിലും അതിൻ്റേതായ രീതിയിലുള്ള മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 389 കടകളാണ് ടോട്ടൽ ഇവിടെ ഉള്ളത്. അതിൽ കൂടുതലുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആസ്പരത്തെ ഗൂഗിൾ പ്രകാരമാണ് പറഞ്ഞത്. ഈ മാലയൊക്കെ കണ്ടോ, നമ്മുടെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതി വിടണ്ട, ഭയങ്കര പൈസയാണ്. ഇതാണ് നമ്മുടെ ഗോൾഡ് സൂക്ക് സ്ട്രീറ്റ്. അതായത് 2 സൈഡിലും കടകളാണ്. അത് ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് കടകൾ ഈ 2 സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് നോക്കിക്കണം. ഈ മാലകളൊക്കെ ഒന്ന് കണ്ടു. എന്തായാലും ഇതിന് ടോപ്പിലോട്ട് ഞാനൊന്ന് കൊണ്ടുപോകും. ആരും ഞെട്ടരുത്. എൻ്റെ അമ്മോ, ഇതെന്താ ഇത്, നെറ്റിപ്പട്ടമാണോ അതോ മാലയാണോ എന്ന് പോലും അറിയുന്നില്ല കേട്ടോ. എന്താല്ലേ, ഒരാടെ രൂപത്തിൽ, അതായത് ഒരു ലേഡിയുടെ രൂപത്തിൽ. ഇത് തുണിയല്ല, ബോട്ടിൽ ചെയ്ത നൂല് കൊണ്ടുണ്ടാക്കിയ ഷാള് പോലത്തെ ഇതാണ്, തലയിലൊക്കെ വെക്കാൻ പറ്റിയ. ഇതിനപ്പുറത്തൊരു ഡ്രസ്സും ഉണ്ട്, ഗോൾഡിൽ പൊതിഞ്ഞ ഒരു ഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്.
ഇതൊന്നും നമുക്ക് കയറാൻ പറ്റിയ കടകളല്ല തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആടെ വലുപ്പമുള്ള മാലകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടുള്ളവർ അവരവരുടെ വൈഫിനെ ഈ സ്ഥലത്തോട്ട് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. വന്നിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ മുഖം നല്ല രീതിക്ക് ഉയർത്തിരിക്കുന്നതായിരിക്കും. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്താ ഇതൊക്കെ സ്വർണത്തിൽ വെച്ചാണെന്ന് ആർക്കെങ്കിലും കണ്ടാൽ പറയൂ ഇത്. പക്ഷേ ഇത് സ്വർണ്ണം കേട്ടോ, എന്തല്ലേ. കണ്ടോ, ഞാനീ നിൽക്കുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ടിലെ ഇത് കണ്ടോ, എന്താ അല്ലേ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് പറയേണ്ടത്. ഒരു രക്ഷയില്ല എന്ന് പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ഗോൾഡുകൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത മാലകളും കാര്യങ്ങളും ഒക്കെ. എൻ്റെ ബാക്കിലോട്ടൊന്ന് നോക്കിക്കുക എല്ലാവരും. എന്താ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോകും കേട്ടോ. ഇതുപോലെ എന്തായാലും അവരവരുടെ ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാതെ ശ്രമിക്കുക. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ പാടായിരിക്കും. ഫുള്ള് ഷോപ്പാണ് കേട്ടോ. ഇത് ഗോൾഡ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം. അതായത് ഗോൾഡ് സൂക്ക്, ഗോൾഡിൻ്റെ എല്ലാ കളറുകളും ചെറുത് മുതൽ, അതായത് 10 ദിർഹംസ് മുതലുള്ള സ്വർണം മുതൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വരെ ഇവിടെ കിട്ടും. എന്താണ് നിങ്ങൾ വേണ്ടത്? ഗോൾഡ് മാത്രമല്ല, ഡയമണ്ട്, കല്ലുകൾ പോലത്തെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഗോൾഡൊക്കെ ചങ്ങല കൂട്ടിയിട്ട പോലെ കിടക്കുന്നത്. ഇത് കണ്ടോ, ഓരോ മാലകളാട്ടോ. ഗോൾഡ് കണ്ണ് തള്ളിയത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാട്ടോ ആദ്യമായിട്ട്. ഇത്രയും നാളായിട്ട് നമ്മൾ കുറേ ഗോൾഡ് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഗോൾഡ് കണ്ണ് തള്ളിയത് ഇപ്പോഴാട്ടോ. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ഭയങ്കരം, ഒരു രക്ഷയില്ല. ഇതാണ് ഈ ഗോൾഡ് സൂക്കിൻ്റെ മാപ്പ് കേട്ടോ. ഇത് പല കാര്യങ്ങളും അതിനകത്തുണ്ട്. ഹെറിറ്റേജ് ഹൗസിൻ്റെ, അതായത് ഈ ഗോൾഡ് സൂക്ക് ഫുള്ള് ഒരു പഴയ രീതിയിലുള്ള എന്താ പറയുന്നത്, നമ്മുടെ പഴയ കെട്ടിടങ്ങൾ പോലാണ് ഇപ്പോഴും പണിത് വച്ചേക്കുന്നത് കാര്യങ്ങൾ. നമ്മൾ ഈ മാപ്പിൻ്റെ എവിടെയാണെന്ന് കണ്ടോ, യു ആർ ഹിയർ. അതായത് നമ്മൾ ഏകദേശം ഒരു സെൻട്രൽ പൊസിഷനിലാണ്. അതായത് കുറേ ഉണ്ട്, നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത കുറേ സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കി ഞാനൊന്ന് പഠിക്കട്ടെ. ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വന്നത്.
ലക്ഷങ്ങൾ കോടികൾ കച്ചവടം നടക്കുന്ന ഒരു സ്ട്രീറ്റാണിത്. എന്താണെന്ന് വെച്ചാൽ സ്വർണം നമ്മൾ മേടിക്കുമ്പോൾ എന്തായാലും ലക്ഷങ്ങളുടെ പൈസ പോകും. ആ ഒരു സ്ട്രീറ്റാണ്. പക്ഷേ ഇപ്പോൾ 9:30 ആകുമ്പം ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. എല്ലാവരും മാസ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി. അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു പകുതി കടകളും ക്ലോസ് ചെയ്തേക്കാണ്. ഞങ്ങൾ വന്നപ്പം തന്നെ പകുതി കടകൾ ക്ലോസ്ഡാണ് കാര്യങ്ങൾ. അപ്പോഴേ ഞാൻ എന്തായാലും ഗോൾഡ് സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങി. എന്തായാലും സമയം 9:30 9:30 കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഈ ഒരു സമയത്ത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും ഈ ഗോൾഡ് ശേഖരത്തിൻ്റെ ഒരു അപാര വ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ഞാനും കണ്ട് ഞെട്ടി നല്ല രീതിക്ക്. അപ്പോൾ എന്തായാലും പുതിയൊരു കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സൈൻ ഔട്ട് ചെയ്യുന്നു. മല്ലു അറബ്സ് ട്രാവൽ വ്ലോഗ്.